ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാം. നമ്മൾ അങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമാവചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമാവചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ജീവിതം നയിക്കുന്നവരെ തീരുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. യേശുവെ, വചനമാകുന്ന അങ്ങ് ഞങ്ങളിൽ വന്ന് വാസമുറപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് വന്ന് വസിക്കാൻ പാകത്തിന് ഒരു പുതിയ ഒരു ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് നിറക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പൂർണ്ണമായും അങ്ങയുടേതായി ഞങ്ങളെ മാറ്റിയെടുക്കുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളിൽ വചനം നിറയാനമ്മ നിരന്തരം അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്കിന്നത്തെ വചനം കണ്ടെത്താം. നമ്മൾ വചനം കണ്ടെത്തുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. യോഹന്നാൻ 11:42. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഒരു വചനഭാഗമാണ്. പലപ്പോഴും നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ, ലാസറിനെ ഉയർപ്പിച്ച ഒരു കാര്യം. ആ പ്രാർത്ഥന നമ്മൾ കേട്ടല്ലോ അല്ലേ. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അല്ലേ. യേശുവിൻ്റെ പ്രാർത്ഥന പിതാവ് കേൾക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും പരമപിതാവിന് യേശു മഹത്വപ്പെടുത്തുന്നതാണ് ഇങ്ങനെ പറയുന്നത് അല്ലേ. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അല്ലെ. അവിടുന്നാണ്, പരമപിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് യേശു ഭൂമിയിലേക്ക് വന്നത് എന്ന് മറ്റുള്ളവരും കൂടി അറിയണം അല്ലെ. യേശുവിനറിയാം, പരമപിതാവിനറിയാം, പരിശുദ്ധാത്മാവിന് എല്ലാവർക്കും അറിയാം അല്ലെ. പക്ഷെ ജനങ്ങൾക്കും കൂടി അറിയണം. അത് ഒരു ഏറ്റുപറച്ചിലാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പുത്രനാണ്, പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഏറ്റുപറച്ചിലാണ്. പലപ്പോഴും ആത്മീയ മേഖലയിലൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തെ മറക്കും, നമ്മളെയാവും മുന്നിലേക്ക് വെക്കുക. ഇതാണ് യേശു, ഇത് തെറ്റാണെന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ഈ ചെയ്തത് വഴി നമ്മുടെ മാർഗം ദൈവം കാണിച്ചു തരാണ് ചെയ്തത്, യേശു കാണിച്ചു തരാണ് ചെയ്തത്. ആമേൻ.